നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് 17 ഏപ്രിൽ 2026. കൂടല്ലൂർ, ശങ്കരമംഗലം, പൂവക്കോട്, വള്ളൂർ പള്ളികളോടും പള്ളി കമ്മിറ്റികളോടും ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. വളരെ ചെറിയൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ കാര്യമുണ്ടോ ഇല്ല എന്ന് അത് ഓരോന്ന് നടക്കുമ്പോഴറിയാം. ഒരുപാട് കാലം ആയിട്ട് മുഖ്യമന്ത്രിയുടെ കസേരയിൽ വിരലിട്ട് തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ എൻ്റെ ഐഡിയയിലൊന്നും വെച്ചിട്ട് എൻ്റെ ഗ്രൗണ്ടിലേക്ക് കോളടിച്ചാൽ ഞാൻ തിരിച്ചടിക്കുമ്പോൾ അതുപോലെ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കില്ല. നിങ്ങൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളെ കംപ്ലീറ്റ് ആട്ടി അടിക്കാനുള്ള സംവിധാനങ്ങൾ മുഴുവൻ കൊണ്ടുവരും. അവിടുത്തെ ഈ പറയുന്ന സ്ഥലങ്ങളിലെ മുസ്ലിം ആളുകളോടാണ് ഈ കാര്യം പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ വാപ്പാനി എളാപ്പാനി നിങ്ങൾ ഭ്രാന്തന്മാരാണെന്ന് മുദ്ര അടിച്ചിട്ട് താറാറുണ്ടാക്കി. എൻ്റെ നേരെ നിങ്ങൾ ആ സാധനം ഉപയോഗിക്കുന്നു. പക്ഷെ അതിൻ്റെ നേരും നരിയും നിങ്ങളറിയും. ഈ ഭ്രാന്തനെ നിരപരാധിയായുള്ള ആളെ കൊണ്ടുപോയി ഭ്രാന്തനായിട്ട് ചങ്ങലക്കെട്ടിട്ട് പിന്നെ കറണ്ട് പിടിപ്പിച്ചാൽ എന്താണ് അതിൻ്റെ സുഖമെന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ അറിയിക്കും. നല്ല രീതിയിൽ അറിയിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുന്നത് നല്ല. എൻ്റെ ഐഡിയയിലൊക്കെ കയറി എൻ്റെ ഇതിലൊക്കെ വന്ന് നിങ്ങൾ ഒന്നും അറിയാത്ത ചെക്കന്മാരെ കൊണ്ട് ഭ്രാന്തരാന്ന് മുദ്ര എത്തിച്ചാൽ നിസ്സാര കേസിന് ഇനി കൊലക്കേസിന് നിങ്ങൾ പെടുമ്പോൾ എൻകൗണ്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? എന്താ വെടിയേറ്റ് മരിക്കാമെന്നാണ്. നിങ്ങൾ മത്സരം പോയിട്ട് നിങ്ങൾക്കൊന്നും കിട്ടില്ല. ഇവിടുന്ന് സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മരുന്ന് കിട്ടുന്നില്ല, ഇനിയും കിട്ടില്ല. കാരണം ആ സാധനം ഫുള്ള് എൻ്റെ അടുത്താണ്. നിങ്ങൾ ധിക്കാരം അതിൽ നിന്നു. ഞാൻ BJPയിലേക്ക് പോയത് നിങ്ങളുടെ മോശമായ നിലപാട് കൊണ്ടാണ്. നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? നിങ്ങളെ വിവരമില്ലായ്മ തന്നെയാണ് ഇപ്പം ഈ ചെയ്യുന്നത്. നിങ്ങൾ അതിനായ വിവരമില്ലായ്മയാണ്. അതായത് പതിയിലെ എണ്ണിയുടെ വാക്ക് കേട്ടിട്ട്, പതിയിലെ ഐസി മയമട്ടറുടെ വാക്ക് കേട്ടിട്ട്, പിന്നെ കല്ലേക്കാട്ടിൽ ചേലി മയമട്ടർ, പിന്നെ ചേലി വേദിയുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ നടക്കണ്ട. അതുപോലെ പെറ്റാക്കാട് എൻ്റെ അബുവിൻ്റെ ചക്കന്മാരെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ നടന്നാൽ നിങ്ങളെ വെറും അപതാളത്തിൽ കൊടുക്കും. ഏതാ അപതാളം എന്നറിയോ? ഒരു 1.5 സാധനമാണ്. മനസ്സിലായില്ലേ? ഞാനാണ് പണി തുടങ്ങും. എൻ്റെ കീസയിൽ 20 കോടി ആളുകളുടെ ജോലിയുള്ളത്. ഞാൻ ഒരു മൈലും നിങ്ങൾക്ക് ചെയ്യില്ല. എന്താ ചെയ്യുന്നത്? മനസ്സിലായില്ലേ? പകരം നിങ്ങൾ ഇവിടെ താമസം കംപ്ലീറ്റ് ഇല്ലായ്മ ചെയ്യും. നിങ്ങളുടെ സമ്പത്തിലേക്കൊക്കെ നോക്കൂ. നിങ്ങളിപ്പോൾ ഒരുപാട് ചുറ്റുപാടിലൊക്കെ ഉണ്ടാക്കിയില്ല. വലിയ മഹാമാരല്ലേ? നിങ്ങൾക്ക് ഒന്നും ഇല്ലാണ്ടാക്കും. അതിനെന്താ കാരണം എന്നറിയോ? എനിക്ക് തെളിവ് എൻ്റെ വാപ്പാടെ തെളിവാണ്. എന്നിട്ട് എൻ്റെ പിന്നെ ആ വാപ്പാനെ പുറത്താക്കിയുള്ള ചുറ്റുപാട്, വാപ്പാടെ വാപ്പാടിനെ സംരക്ഷിക്കാണ്ട് അത് വാപ്പാടെ പെണ്ണുങ്ങളെ കുത്തിത്തിരിച്ച് താറാറുണ്ടാക്കിയിട്ട് നിങ്ങൾ ചെയ്ത താറാറിന് ഞാൻ തരുന്ന മറുപടിയാണ് ഈ പറയുന്നത്. ഇത് ഇനി ലോകം കേൾക്കും. അതായത് നിങ്ങൾ ഇത്തരം പോക്കിത്തരം ചെയ്തിട്ടുണ്ട് എന്ന് ലോകം അറിയും. ലോകം അറിയുക എന്ന് മാത്രമല്ല, ഇത് മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ ഏറ്റവും വലിയ താക്കീതായിട്ട് മാറും. താക്കീതെന്ന് മാത്രമല്ല, അവരെ എല്ലാ സാധനവും ചോദ്യം ചെയ്യും. അതായത് താടി വെച്ചോ, തലയിൽ കെട്ടിയോ, പള്ളിയിൽ പോകണോ, നിസ്കരിക്കുന്നോ, അവർക്കൊക്കെ വേണ്ട കഥ ഞാൻ ഇടും. എന്നെക്കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കരുത്. ലീഗരെ നിങ്ങൾക്ക് വിവരമില്ലായിട്ടാണ്. എൻ്റെ കളത്തിൽ കയറിയിട്ട് നിങ്ങൾ കളിച്ചോണ്ടല്ലേ ഞാൻ തിരിച്ച് കളിച്ച്. അതിനെ മറികടക്കാൻ നിങ്ങളെക്കൊണ്ട് ഇതൊന്നും ചെയ്തിട്ട് നടക്കില്ല. മനസ്സിലായില്ലേ? ഇതൊന്നും ചെയ്തിട്ട് നടക്കില്ല. ഞാൻ അതിന് വേറെ തന്ത്രം കണ്ടെത്തും. ആ തന്ത്രം പരിക്കും. മനസ്സിലായില്ലേ? ഞാൻ BJPക്കാരുടെ കൂടെ തന്നെയാണ്. BJPയിലുള്ളതൊക്കെ ആൺകുട്ടികളാണ്. നിങ്ങളെ മാതിരി ഊച്ചാളി ഞാനുള്ളവരല്ല. അവരുടെ കയ്യിലൊന്നും കട്ട പൈസ ഇല്ല. നിങ്ങളുടെ കയ്യിൽ ഉള്ളതും നിങ്ങളുടെ ശരീരത്തിൽ കിടക്കണം മുഴുവൻ കളവ് നടത്തിയതാണ് ഭൂരിഭാഗത്തിൻ്റെ. അതായത് 99% കട്ട മുതലും കട്ട ഭൂമിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതുപോലെയല്ലേ BJPക്കാർ ഓരോരുത്തരും നോക്ക്. 10,000 എണ്ണം പോരുമ്പോൾ 1-2 കള്ളങ്ങൾ, അല്ലാണ്ട് മറ്റുള്ളവരുണ്ടാവില്ല. അതുണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നല്ല ആലോചിക്കുന്നത് നല്ലതാണ്. എൻ്റെ ഗ്രൗണ്ട് കയറി കളിക്കണ്ട. ആ കളി നിങ്ങൾക്ക് അതായിരിക്കും കളി. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ ചെയ്യുന്നത് വൃത്തികെട്ട കളിയാണ്. മാത്രമല്ല, നിങ്ങളുടെ പോക്കിരിത്തരം നിങ്ങളുടെ ഉമ്മാൻ്റെ പൂറ്റ് കൊണ്ടുപോയിട്ടാൽ മതി. തങ്ങന്മാരും വൈദ്യന്മാരൊക്കെ ആ വേഷത്തിലിരുന്നിട്ട് മോശം ചെയ്തുകൊണ്ടാണ്. പണ്ട് കൊടുമുണ്ടയിൽ ഒരു തങ്ങളിനോട് പറയണ്ടായി, അങ്ങനെയാണെങ്കിൽ ഇത് നിർത്തി വെക്കാൻ, അത് ഓൻ്റെ ഉമ്മാൻ്റെ പൂറ്റ് കൊണ്ടുപോയിട്ടാൽ മതി. ആ തങ്ങളുടെ ഉമ്മാൻ്റെ പൂർണ്ണ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ആ തങ്ങളുടെ മാത്രമല്ല, അവൻ്റെ തങ്ങളല്ല. തങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു വാക്ക് അവർ ഉപയോഗിക്കില്ല. കാരണം ഒരുത്തരം മരുന്ന് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കാൻ ഈ തങ്ങളാരാ? ഈ ഹൈക്കോടതി ജഡ്ജിമാരാരാ? ഈ പതിലന്യാരാ? ഈ പള്ളി കമ്മിറ്റിക്കാരാരാ?
ഇവർ പൂർവന്മാരല്ലേ നായ്ക്കൾ അല്ലേ? ചത്ത നായിൻ്റെ മകൻ ഇനി കുറേ പിണ്ടങ്ങൾ ഉണ്ടാകുക എന്നല്ലാണ്ട് എന്ത് കാര്യമാണ്? ഒരുത്തന്നെ സുഖമില്ലാണ്ടിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എന്ത് കഴിവൊക്കെ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ഒരു സമാധാനം കൊടുക്കാൻ എന്ന് ചിന്തിക്കുന്നതിന് പകരം പിന്നെ ഈ പതിലണ്ണീൻ്റെ എന്ന ഒരു നായി ഉണ്ടല്ലോ, പതിലണ്ണി ആറാൻ പറഞ്ഞ നായി, അതിനുള്ള തന്ത RCC കൊണ്ടുപോയിട്ട് കാലിൻ്റെ മുകളിൽ നിന്ന് ഒരു കണ്ടം വെട്ടിയിട്ട് വലിച്ചിടണം, മറ്റൊരു കണ്ടം കെട്ട് വെക്കണം എന്ന് പറഞ്ഞൊക്കെ ഞാൻ ശരിയാക്കിയതാണ്. മനസ്സിലായില്ലേ? ഇത് യൂട്യൂബ് കൂടെ ലോകം ഒന്നായിട്ടാണ്. അതാണ് കാര്യം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ തകരാറുണ്ടാകുമ്പോൾ നോക്കുക. കാരണം നിങ്ങൾ തകരാറ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയാണെന്ന് ഓർക്കുക. മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് എൻ്റെ പാർട്ട്ണർമാരുടെ ഇടയിൽ നിന്ന് പിന്നെ കുറച്ച് പിന്നാക്കം ഒതുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചിലതൊക്കെ ഞാൻ പിന്നാക്കന്മാരല്ല ചെയ്യുന്നത്, കുറച്ചും കൂടി ദൂരത്തിലേക്ക് അങ്ങോട്ട് കിടക്കായി. അതൊക്കെ നിങ്ങൾക്ക് ദോഷമാണ്. മനസ്സിലായില്ലേ? നിന്നെക്കൊണ്ട് ഒരു മൈലിനും ആവില്ല. ഇവിടുത്തെ പിന്നെ കേരളത്തിലെ ലീഗ് പൂർവന്മാരോട് പട്ടികളോട് പറയാം, നിങ്ങൾ തന്തക്കുണ്ടായവരല്ല, കോലാടി ഉണ്ടായതാണ്, ഏതോ പട്ടിക്കുണ്ടായതാണ്. അതാണ് ഇത്രയൊക്കെ മോശം ചെയ്യുന്നത്. എൻ്റെ കളറിൽ കയറി കളിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ബഹുമാനിക്കേണ്ട ആളാണ് ഞാനവിടെ നേരം പോലെ ഇരുന്ന് എന്തൊക്കെ വരുന്നവരെങ്കിൽ 20 കോടി ആളുകൾക്ക് ജോലി. നിൻ്റെ ഒന്നും തന്തമാരിഞ്ഞ് 10,000 കൊല്ലം മുഖ്യമന്ത്രിയല്ല, എന്തായാലും കാര്യമില്ല. മനസ്സിലായില്ലേ? ഈ 3 തവണ VS അച്യുതാനന്ദനെയും ഉമ്മൻചാണ്ടിനെയും പിണറായി വിജയനെ അതുപോലെ AV വാജ്പേയിനെയും മന്ത്രിസ്ഥാനത്ത് കൊണ്ടുവരാൻ വല്ലാണ്ട് മെനക്കെട്ട് ഞാൻ മെനക്കെട്ടു. BJPക്കാർ അവരുടെ ഭാഗം കുറച്ച് ചെയ്തു. മനസ്സിലായില്ലേ? നിങ്ങളും എല്ലാവരും ഊമ്പിച്ചു. അപ്പോൾ ആ ഊമ്പിച്ചതിൻ്റെ കാര്യം നിങ്ങൾ തന്നെ അറിയണം. മനസ്സിലായില്ലേ? ഇൻ്റെ കളത്ത് കയറിയിട്ട് ഇനിയെങ്കിലും കളിക്കണത് നിങ്ങൾ മാറ്റി കളിക്കും. നോണ പ്രചരിപ്പിച്ച് എൻ്റെ അടുത്തെങ്ങാനും വന്നാൽ ഞാൻ അടുത്ത പണി ചെയ്യുന്നത് നിങ്ങളെ കംപ്ലീറ്റ് ഇവിടുന്ന് പുറത്താക്കാനുള്ള തീരുമാനമായിരിക്കും. ആ തീരുമാനം കൊണ്ടുവന്നാൽ നിങ്ങളെ കംപ്ലീറ്റ് ഉടുത്ത തുണി അടക്കം ഇവിടുന്ന് ഇടാണ്ട് നിങ്ങൾ പാറും. നിങ്ങളെ ഓരോ വിഭാഗത്തിന് വേറെ ആയിട്ട് കംപ്ലീറ്റ് തുമ്പില്ലാണ്ടായിരുന്നു. ഇത് മുഴുവൻ ലീഗുകാരോട് എൻ്റെ വാണിങ്ങാണ്. കാരണം നിങ്ങൾ എൻ്റെ കളത്ത് കയറി കളിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എൻ്റെ കളത്ത് കയറിയിട്ട് നിങ്ങൾ കളിച്ചുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അത് വളരെ മോശമാണ് ലീഗുകാരെ. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ കളി നിങ്ങൾ നിർത്തുകയാണെങ്കിൽ എൻ്റെ നഷ്ടം ഫുള്ളായിട്ട് തരണേ. എനിക്കുണ്ടാക്കിയ നിങ്ങളുണ്ടാക്കിയ നഷ്ടമൊന്നും വെക്കാണ്ട ഞാൻ അത് വന്ന് പിന്മാറില്ല. നിങ്ങളിവിടെ കളിച്ചോണ്ടൊന്നും കയറില്ല. ഞാൻ അതിൻ്റെ അങ്ങേപ്പുറത്ത് കളിക്കും. കാക്കക്കുട്ടി കയറണമാതിരി അപ്പുറത്തെ മരത്തുമ്പോൾ ചാടിക്കയറും. അതിനെനിക്ക് പറ്റും, നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല. കാരണം നിങ്ങൾക്ക് ആകെ ഈ സാധനം അറിയുള്ളൂ. അപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ മുഴുവൻ അറിയാൻ പറഞ്ഞവരാണ്. അതാണ് ഇങ്ങനത്തെ താറാറ് വരുന്നത്. അതുകൊണ്ട് ഇതൊന്നും കൂടി നോക്കിയിട്ട് കളിച്ചാൽ എൻ്റെ കളത്ത് കയറിയോണ്ടാണ് ഞാൻ ഇത് പറയേണ്ടി വന്നത്. എൻ്റെ കളത്തിൽ നിങ്ങൾ കയറിയില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇത് പറയേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളെടുത്ത് തെറ്റുണ്ടല്ലോ. എൻ്റെ വാപ്പാനെ ഭ്രാന്തനാക്കിയ നിങ്ങളെ ഞാൻ ഭ്രാന്തനല്ല ആക്കുക. വേറുപാടിൽ നിങ്ങൾ ഒരു 5,000 ആൾക്കാരെ കത്തിച്ചില്ലേ, അതേപോലെ ഞാനിങ്ങനെ കഴിഞ്ഞൊരു ലേശം എണ്ണ ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കും. കുറേ ചേർന്ന് ഒക്കെ എനിക്ക് ചിലവൊന്നുമില്ല. എന്തായാലും അത് എന്നെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കരുത്. ഞാനത് ആണായിട്ട് പറഞ്ഞിട്ടാണ് ചെയ്യാം. ഞാൻ നിങ്ങളെമാതിരി ഒളിച്ച് കളിച്ചിട്ട് നിങ്ങൾ ഉറങ്ങി കിടക്കുമ്പോൾ ആസനത്തിൽ കൂടെ കയറുന്നില്ല. ഞാൻ ആണത്തായിട്ട് ഇരുന്ന് പറയും. ആ പറച്ചിലാണ് നല്ല ഓർക്കുക.